അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉംറ ഒരു സമഗ്ര പഠനം. പരിശുദ്ധ മക്കയിൽ പോയി ഉംറ ചെയ്യാൻ, മദീനയിൽ റൗള ഷരീഫിൽ പോയി സിയാറത്ത് ചെയ്യാനും ആഗ്രഹം ഇല്ലാത്തവരാരുമില്ല. പോയവർക്ക് വീണ്ടും പോകാനും പോവാത്തവർക്ക് ആ പുണ്യ ഭൂമിയൊന്ന് കാണാനും മനസ്സിൽ ആഗ്രഹം ഉണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദൽ ലിൽ ആലമീൻ എന്നാണ് പറഞ്ഞത്. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ മന്ദിരം മക്കയിലുള്ള മക്കയിലുള്ളതത്രേ. അത് ലോകർക്ക് അനുഗ്രഹീതവും മാർഗദർശനവുമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഉംറയെക്കുറിച്ചും പറയുന്നതാണ്, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തു ലിമാ ബൈനഹുമ. എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കും ഉംറ കൊണ്ട് എന്ന ഹദീസിൽ വ്യക്തമാക്കി പറയുന്നത്. പക്ഷേ റമദാനിലെ ഉംറയാണെങ്കിലോ, ഉംറത്തും ഫി റമദാന തഅദിലുൽ ഹജ്ജ, റമദാനിലെ ഒരു ഉംറയ്ക്ക് ഹജ്ജ് കർമ്മത്തോട് തുല്യമായതാണ്. അപ്പോൾ നമ്മൾ ഉംറ നിർവഹിക്കാനൊക്കെ പോകുന്ന സമയത്ത്, നല്ല കാര്യങ്ങൾ പോകുന്ന സമയത്ത് ഒരു കൂടിയാലോചന, ഒരു ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരം, ഒരു പക്ഷാതാപം, അനുവാദം തേടൽ, ധനസമ്പാദനം, കൂട്ടുകാരെ തിരഞ്ഞെടുക്കൽ, യാത്ര പറയൽ, പുറപ്പെടുന്ന ദിവസം, യാത്രാ നിസ്കാരം, ഇതൊക്കെ അത്യാവശ്യമാണ് ഒരു നല്ല കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ. പ്രത്യേകിച്ചും ഉംറയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശാരീരിക മാനസിക തയ്യാറെടുപ്പൊക്കെ നമുക്ക് വേണം. തഖ്വ, ഇംതിസാലുൽ അവാമിരി വജ്തിനാബുൻ നവാഹി. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം, വിരോധിച്ച കാര്യങ്ങളൊക്കെ വെടിയണം. നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, ദിക്റുകളൊക്കെ ചൊല്ലണം, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടുകൂടെ പാലിക്കണം. പ്രാർത്ഥന, ഖുർആൻ പാരായണം, കുടുംബബന്ധം, ദാനധർമ്മം, പിണക്കം ഒഴിവാക്കണം, സുഹൃദം, സലാം പ്രചരണം, ദുആ, വസിയത്ത്, ഇടപാടുകളൊക്കെ മറ്റൊക്കെ വീട്ടുക, പൊരുത്തപ്പെടിക്കുക. അങ്ങനെയൊക്കെ ധാരാളം ശാരീരികവും മാനസികവുമായ തയ്യാറെടുപ്പൊക്കെ നമുക്ക് ഈ യാത്രയിൽ അത്യന്താപേക്ഷിതമാണ്. ഇഹ്റാം വസ്ത്രം തയ്യാറാക്കുക, പാദരക്ഷ, സോക്സ്, പ്രാഥമിക ചികിത്സ, ഗുളികളൊക്കെ, വേദന സംഹാരി, മരുന്ന്, ഓയിൽമെൻറ്റോ, കണ്ണടയോ, മൊബൈലോ, ഖുർആനോ, തസ്ബീഹോ, ഏട്, മുസ്ഹഫ്, കയ്യുറ, മാസ്ക്, ബെൽറ്റ്, അങ്ങനെ നിരോധിച്ച മരുന്നുകളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ലഹരി വസ്തുക്കളോ, അനിസ്ലാമിക പുസ്തകങ്ങളോ, CD-കളോ, ദേശവിരുദ്ധ പുസ്തകങ്ങളോ, CD-യോ, ലഘുലേഖയോ, നിയമവിരുദ്ധമായ എണ്ണകളോ അങ്ങൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ലഗേജിലാണെങ്കിൽ ആണ് വെക്കേണ്ടത്. കത്തി, കത്രിക, കട്ടർ, ബ്ലേഡ്, സേവിങ് സെറ്റൊന്നും നമ്മൾ ഹാൻഡ് ബാഗിൽ ഒന്നും വെക്കാൻ പാടില്ല. അത് ലഗേജിലാണ് വെക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ നാം യാത്ര പോകുന്ന സമയത്ത് സൂക്ഷിക്കേണ്ടതും അത് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. യാത്ര പോകുന്ന സമയത്ത് യാത്ര സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖുറൈശോ, സൂറത്ത് കാഫിറൂനും ഫലക്കൊക്കെ ഓതാം. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും നാസൊക്കെ ഓതാം. നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഖുറൈശൊക്കെ ഓതിയിട്ട് ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. യാത്ര കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും സ്നേഹിതന്മാർക്കൊക്കെ കൈപിടിച്ച് യാത്ര പറയുക. അസ്തഗ്ഫിറുല്ലാഹ ദീനക വ അമാനതക വ ഖവാതിമ അമലിക സബതകല്ലാഹു തഖ്വ വ ഗഫറ ദംബക. അങ്ങനെയൊക്കെ കുറേ പ്രാർത്ഥനകളുണ്ട്. അറിയുന്നവരൊക്കെ ആ പ്രാർത്ഥന ഉപയോഗിക്കുക. പിന്നെ പുറന്ന സമയത്ത് ഇടത് കാല് വെച്ചിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൻ നസ്റും ഇഖ്ലാസും ഫലക്കും നാസൊക്കെ ഓതലൊക്കെ നല്ലതാണ് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ചുരുങ്ങിയ രൂപത്തിൽ ഉംറ നിർവഹിക്കുന്നത് വലിയ ഒന്നുമല്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാവുന്ന ഒരു കർമ്മമാണ് ഉംറ. ഇവിടെ നിന്ന് വിമാനം കയറുന്നതിന് മുമ്പ് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടത്തുക. വസ്ത്രം മാറ്റണം. പുരുഷന്മാർ മേൽത്തട്ടം മാത്രം ധരിക്കുക. സ്ത്രീകളാണെങ്കിൽ മുൻകൈയും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ പൂർണ്ണമായി മറക്കണം. ഞാൻ അല്ലാഹുവിന് വേണ്ടി ഉംറ ചെയ്യുന്നുവെന്ന് കരുതി ലബ്ബൈക് അല്ലാഹ് എന്നുള്ള തൽബിയത്ത് ചൊല്ലി പറയുക. ജിദ്ദയിൽ വിമാനമിറങ്ങിയ ഉടനെ മക്കയിലേക്ക് പുറപ്പെടുക. കഅബയുടെ സമീപത്തിയാൽ 7 തവണ കഅബ ചുറ്റിയ ശേഷം തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. പിന്നെ സഫ മർവയ്ക്കിടയിൽ 7 തവണ നടക്കുക. ശേഷം മുടി മുറിക്കുക. ഇതോടെ ഉംറ എന്ന പുണ്യകർമ്മം പൂർത്തിയായി. ഇറാൻ കെട്ടിയാൽ കുറേ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങളുണ്ട്.
സുഗന്ധം ഉപയോഗിക്കാൻ പറ്റില്ല. നഖം മുറിക്കുക, മുടിയെടുക്കുക, ലൈംഗിക സുഖാനുഭവം ആസ്വദിക്കുക, തലമറക്കുക, തലക്കും തടിക്കും എണ്ണയിടുക, ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുക, ഷൂ ധരിക്കുക എന്നിവ പുരുഷന്മാർക്ക് പ്രത്യേകം ഹറാമാണ്. സ്ത്രീകളാണെങ്കിൽ മുഖം മറക്കുകയോ തലയിൽ എണ്ണയിടുകയോ കൈക്ക് ഉറയിടുകയോ ചെയ്യാൻ പാടില്ല. ബെൽറ്റ്, ഉറ, മോതിരം, ബെൽറ്റ് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. തൽബിയത്ത് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ തന്നെ തൽബിയത്ത് സുന്നത്തുണ്ട്. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ ഉംറയുടെ തവാഫ് ആരംഭിക്കുന്നത് വരെയും തൽബിയത്ത് ചൊല്ലേണ്ട സമയം. തവാഫിലും സഅയിലും പ്രത്യേക ദിക്റുകളും ദുആകളും ചൊല്ലേണ്ടതിനാൽ അവയിൽ തൽബിയത്ത് ആവശ്യമില്ല. ദിക്റുകൾക്കിടയിൽ തന്നെ ദിക്ർ അറിയാത്തവരൊക്കെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലിയാലും മതി. ചൊല്ലൽ നിർബന്ധമായ ഒന്നും ഉംറയ്ക്ക് ഇല്ല എന്നാണ്. എന്താണ് തൽബിയത്ത് എന്ന് പറഞ്ഞാൽ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അതാ നിന്റെ വിളിക്ക് ഞാൻ ആവർത്തിച്ചുത്തരം നൽകുന്നു. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. എല്ലാ സ്തുതിയും അനുഗ്രഹവും സർവാധിപത്യവും നിനക്ക് മാത്രമാണ്. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നാണ് നാം തൽബിയത്ത് ചൊല്ലുന്നതിൻ്റെ അർത്ഥം. ഇനി സ്ത്രീകൾ മാത്രം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് ഇഹ്റാമിൽ തല പൂർണ്ണമായി മറക്കണം. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് മൈലാഞ്ചി ഇടൽ അല്പം മുഖത്ത് പുരട്ടൽക്ക് സ്ത്രീകൾക്ക് സുന്നത്തുണ്ട്. ഇഹ്റാം ചെയ്താൽ സ്ത്രീ മുഖം മറയ്ക്കരുത്. ചുറ്റിത്തുന്ന പറ്റപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിൽ വിരോധമില്ല. തവാഫിൽ കഅബയോട് അടുക്കാതെ പുരുഷന്മാർ അടവിട്ട് തവാഫ് ചെയ്യലാണ് നല്ലത്. തൽബിയത്ത് ശബ്ദമുയർത്താതെ പതുക്കെ ചൊല്ലുക. ഹജറുൽ അസ്വദ് ചുംബനം പുരുഷന്മാരുടെ കൂട്ടത്തിൽ ശ്രമിക്കാതിരിക്കുക. അങ്ങനെ ആണ് സ്ത്രീകൾക്ക് കുറേ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഉത്തരം ലഭിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. തവാഫ്, മുൽത്തസം, അതാക്കാൻ ഹജറുൽ അസ്വദിന് കഅബൻ്റെ ഇടയിൽ, സ്വർണ്ണപ്പാത്തി, മക്കാം ഇബ്രാഹിം, താൻ, സഫാ കുന്ന്, മർവ കുന്ന്, സഅയിൽ, സംസം കിണറിൻ്റെ അടുത്ത്, കുല്യമാനിയിൽ, കഅബ ഷരീഫിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ, അങ്ങനെയൊക്കെ ഉത്തരം കിട്ടുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് പുണ്യകർമ്മങ്ങൾ ചെയ്ത് കാര്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഭൂമിശാസ്ത്രമായി പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് സുമാർ 2500 മൈൽ, ജിദ്ദ 5 മണിക്കൂറോളം യാത്രയുണ്ട്. ജിദ്ദ ടു കഅബയിലേക്ക് കിഴക്ക് ഏകദേശം 80 കിലോമീറ്ററാണ് മക്ക. മക്ക ടു മദീനത്തിൽ വടക്ക് ഭാഗത്ത് 400 കിലോമീറ്ററാണ്. മക്കയിൽ നിന്ന് മദീനയിൽ കിഴക്ക് ഭാഗത്തേക്ക് മിനയിലേക്ക് 7 കിലോമീറ്ററാണ്. മിനയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് കിഴക്ക് ഭാഗത്തേക്ക് 3 കിലോമീറ്റർ. മുസ്ദലിഫയിൽ നിന്ന് അറഫയിലേക്ക് കിഴക്ക് ഭാഗത്തേക്ക് 3 കിലോമീറ്ററാണ്. 20 മുഴത്തിലധികം നീളവും വീതിയുള്ളതുമായ ഏകദേശം ചതുരാകൃതിയിലുള്ള ഒരു കരിങ്കല്ലുകളാൽ നിർമ്മിതമായ പള്ളിയാണ് കഅബ. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ വീടാണ്. കിഴക്ക് ഭാഗത്ത് ഒരു മതിൽ മാത്രം. കിഴക്ക് തെക്കേ മൂലയിൽ ഹജറുൽ അസ്വദ്. നാം കേരളത്തിൽ നിന്ന് നിസ്കരിക്കാൻ ആ മൂലയിൽ തിരിഞ്ഞിരിക്കുന്നു. കഅബയുടെ വടക്ക് ഭാഗത്ത് ഏകദേശം 6 മുഴ നീളമുള്ള വൃത്താകൃതിയിലുള്ള അരച്ചുമരാണ് ഹിജറുൽ ഇസ്മായിൽ. ചുറ്റുവശത്തുള്ള സ്ഥലമാണ് മത്താഫ്. കിഴക്ക് ഭാഗത്തെ മത്താഫിൽ ഇബ്രാഹിം മക്കാമിൽ സംസം കിണർ. മസ്ജിദുൽ ഹറാം അവസാനിക്കുന്ന ഇടത്താണ് സൊഫ. സൊഫയുടെ കിഴക്ക് ഭാഗത്ത് 395 മീറ്റർ ദൂരെയാണ് മറുവ. അങ്ങനെയാണ് ഭൂമിശാസ്ത്രപരമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കി അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്യാനും വേണ്ട പോലെ നിർവഹിക്കാനും മഖബൂലും മബ്റൂറുമായി അത് നിർവഹിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അവിടുത്തെ പുണ്യമായ മസ്ജിദുകളെക്കുറിച്ചും ഇനി മദീനയെക്കുറിച്ചൊക്കെ വിശദമായി പറയാനുണ്ട്. ദീർഘമായുമെന്ന് വിശദിച്ച് ഉംറയുടെ ഈ സമഗ്ര പഠനം ഇവർ അവസാനിപ്പിക്കുന്നു. ദുആ വസിയത്തോടുകൂടെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.